നമസ്കാരം. ഇളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ജൈവ അജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി തരംതിരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനും നിലവിലുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർമാൻ ടി.പി. ഷാജി ചെയർമാന്റെ നേതൃത്വത്തിൽ പ്ലാന്റ് സന്ദർശിച്ചു. പട്ടാമ്പി നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായാണ് നഗരസഭാ ചെയർപേഴ്സണും സംഘവും പ്ലാന്റിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ സന്ദർശനം നടത്തിയത്. അജൈവ ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി തരംതിരിക്കുന്നതിനും സംസ്കരിക്കുന്നതിനും നിലവിലുള്ള തടസ്സങ്ങൾ നീക്കാൻ ജനപ്രതിനിധികൾ സംഘം തീരുമാനിച്ചു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തരംതിരിച്ച് സൂക്ഷിക്കുന്നതിന് നിലവിൽ പ്ലാന്റിൽ സ്ഥലപരിമിതിയുണ്ടെന്നും മതിയായ കെട്ടിടസൗകര്യങ്ങളില്ലെന്നും ഹരിതകർമ്മസേന അംഗങ്ങൾ ചെയർപേഴ്സനെ അറിയിച്ചു. മാലിന്യങ്ങൾ കെട്ടിക്കിടക്കാതെ സൂക്ഷിക്കുന്നതിനും തരംതിരിക്കൽ വേഗത്തിലാക്കുന്നതിനും പുതിയ കെട്ടിടം നിർമ്മിക്കുവാനും അധികൃതർ ലക്ഷ്യമിടുന്നുണ്ട്. ഇതിനാവശ്യമായ നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജി സൂചിപ്പിച്ചു. പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായ ഇടവേളകളിൽ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ വിലയിരുത്തണമെന്നും അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് നീക്കം ചെയ്യുന്നതിൽ കാലതാമസം ഉണ്ടാവരുതെന്നും ചെയർപേഴ്സൺ നിർദ്ദേശം നൽകി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ അസ്ന ഹനീഫ, സ്ഥിരസമിതി അധ്യക്ഷൻ ജിതേഷ് മോഴിക്കുന്നം, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ, എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരും ചെയർപേഴ്സണൊപ്പം ഉണ്ടായിരുന്നു. കണ്ണിനും കാതിനും വിരുന്നായി കണ്ണേങ്കാവ് പൂരം. പ്രസിദ്ധമായ മൂക്കുതല ശ്രീ കണ്ണേങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം ഉത്സവപ്രേമികൾക്ക് അവിസ്മരണീയ അനുഭവമായി. രാവിലെ 3 മുതൽ വിശേഷാൽ പൂജകൾ ഉണ്ടായി. ധാരികവധം പാട്ട്, പറന്നിറപ്പ്, പഞ്ചാരിമേളം, നാദസ്വരം, ഉച്ചയ്ക്ക് കണ്ണേങ്കാവിൽ നിന്ന് മേലേക്കാവിലേക്ക് എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, തുടർന്ന് ശുഗപുരം രഞ്ജിത്ത് നയിച്ച മേളം എന്നിവ ഉണ്ടായി. ഉച്ചയ്ക്ക് 3-ന് ആരംഭിച്ച കരിങ്കാളിക്കൂട്ടങ്ങൾ കാണുവാൻ ക്ഷേത്രമൈതാനത്ത് ജനസഹസ്രങ്ങൾ നിറഞ്ഞു. 6:30-ന് ദീപാരാധനയ്ക്ക് ശേഷം 3ഓളം കമ്മിറ്റിയുടെ വെടിക്കെട്ടും പൂരപ്രേമികൾക്ക് ആവേശമായി. ശബ്ദവർണ്ണവിസ്മയം ഹൃത്തടങ്ങളിലേക്ക് ഏറ്റുവാങ്ങാൻ സംസ്ഥാന വിവിധ ജില്ലകളിൽ നിന്ന് ആയിരക്കണക്കിന് പേരാണ് മൂക്കുതല കണ്ണേങ്കാവ് ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തിയത്. ആവേശത്തിമിറപ്പിന്റെ കരിമരുന്ന് കാഴ്ച ആസ്വാദകർക്ക് അനിർവചനീയമായ അനുഭവമായി. രാത്രിയിൽ പ്രാദേശിക കമ്മിറ്റിക്കാരുടെ DJ ലൈറ്റിന്റെ അകമ്പടിയോടെ തമ്പോലം, നാസിക് ഡോൾ, പൂക്കാവടി, ബാൻഡ് സെറ്റ് എന്നിവയും ആഘോഷങ്ങൾക്ക് മാറ്റേകി. പൂരത്തലേന്ന് വാണിഭ്യത്തിനും വൻ തിരക്കായിരുന്നു. ക്ഷേത്രത്തിലെ പൂജകൾക്ക് തന്ത്രി ബ്രഹ്മശ്രീ മണിമംഗലം നാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അളവിൽ കവിഞ്ഞ പാറഖനനത്തിനെതിരെയും നിയമാനുസൃതമല്ലാത്ത ഭാരവാഹനങ്ങളുടെ സഞ്ചാരത്തിനെതിരെയും നാട്ടുകാരുടെ വൻ പ്രതിഷേധം. ദേശമംഗലം ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെടുന്ന പറവട്ടൂർ പ്രദേശത്ത് സ്വകാര്യ വ്യക്തി നടത്തുന്ന പാറഖനനത്തിനെതിരെയാണ് നാട്ടുകാർ വാഹനങ്ങൾ തടഞ്ഞ് പ്രതിഷേധിച്ചത്. ജില്ലാ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള റോഡിലൂടെ 10-12 ചക്രങ്ങളുള്ള ടോറസുകളടക്കമുള്ള വലിയ വാഹനങ്ങളാണ് ക്വാറിയിലേക്ക് തിരിച്ചും സഞ്ചരിക്കുന്നത്. നിറയെ കരിങ്കല്ലുമായി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ റോഡിന്റെ ഇരുവശത്തും കേടുപാടുകൾ സംഭവിക്കുകയും പൊടിപടലങ്ങൾ നിറഞ്ഞ് ജനജീവിതം ദുസ്സഹമാവുകയും ചെയ്യുന്നുവെന്ന് ആരോപിച്ചാണ് നാട്ടുകാരുടെ കൂട്ടായ്മയിൽ പ്രതിഷേധം ഇരമ്പിയത്. ക്വാറിയുടമയെ ദിവസങ്ങൾക്ക് മുമ്പ് നാട്ടുകാർ ഈ പ്രതിഷേധം അറിയിക്കുകയും ഈ റോഡിലൂടെ ഇത്തരം വലിയ വാഹനങ്ങൾക്ക് സഞ്ചരിക്കാൻ അനുമതിയില്ലെന്നും അറിയിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തി ലോറികൾ നിരന്തരമായി സഞ്ചരിക്കുന്നതിനെതിരെയാണ് നാട്ടുകാർ വാഹനങ്ങൾ തടഞ്ഞ് പ്രതിഷേധിച്ചത്. പ്രതിഷേധം കനത്തതിനെ തുടർന്ന് ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിൽ നിന്നും SI-മാരായ AR നിഖിൽ, സതീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഇരുകൂട്ടരോടും സമവായത്തിന് നിർദ്ദേശിക്കുകയുമായിരുന്നു. തുടർന്ന് 1-ാം വാർഡ് മെമ്പർ ഷിഹാബിന്റെ നേതൃത്വത്തിൽ കോറിയുടമയും നാട്ടുകാരും കൂടി നടത്തിയ ചർച്ചയിൽ തൊട്ടടുത്ത ദിവസം തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജിന്റെ നേതൃത്വത്തിൽ ഇരുവിഭാഗങ്ങളെയും വിളിച്ചുകൂടിയാലോചിച്ച് തീരുമാനമെടുക്കാൻ തീരുമാനിച്ചു. അതുവരേക്കും താൽക്കാലികമായി നാട്ടുകാരുടെ സമരപരിപാടികൾ നിർത്തിവെക്കാനും തീരുമാനിച്ചു. ഗ്രാമപഞ്ചായത്തും പറ്റുകയാണെങ്കിൽ കളക്ടറെ നമ്മൾ ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കും. വരാൻ പറ്റുകയാണെങ്കിൽ അല്ലേ, അതിൽ നാട്ടുകാരൊക്കെ പങ്കെടുക്കുക. പൊന്നാനി ചമ്രവട്ടം പാലത്തിന് മുകളിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക്. ശനിയാഴ്ച കാലത്ത് 11:30യോടെയായിരുന്നു അപകടം. അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു. വാഹനം വെട്ടിപ്പൊളിച്ചാണ് കാറിനുള്ളിൽ കുടുങ്ങിയ യാത്രക്കാരെ പുറത്തെടുത്തത്.
കോഴിക്കോട് ഭാഗത്തു നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസും തിരൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റ 3 കാർ യാത്രക്കാരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. പട്ടാമ്പിയിൽ പാലിയേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് ദിനാചരണം നടത്തി. മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. പട്ടാമ്പി പാലിയേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് പാലിയേറ്റീവ് ദിനാചരണം സംഘടിപ്പിച്ചത്. പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടന്ന ദിനാചരണ പ്രവർത്തനങ്ങൾ മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. വളരെ കാര്യക്ഷമമായി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന, പഠനത്തോടൊപ്പം തന്നെ സമൂഹത്തെ പരിഗണിക്കുകയും ചെയ്യുന്ന വോളണ്ടിയേഴ്സിന് ഈ പാലിയേറ്റീവിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നതിനും അവർ വഴി സമൂഹത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, പാലിയേറ്റീവ് കെയർ എന്നത് സാന്ത്വന പരിചരണം. നമ്മളെല്ലാവരും മനുഷ്യരാണ്. ആരോഗ്യമുള്ളവരുണ്ട്, ആരോഗ്യമില്ലാത്തവരുണ്ട്, അസുഖം ബാധിച്ചവരുണ്ട്, ചികിത്സിച്ചാലും ഭേദമാകാത്ത അസുഖങ്ങളുള്ള ആളുകളുണ്ട്, വളരെ വേദനയോടുകൂടി കിടപ്പിലായ രോഗികളുണ്ട്. ആരോഗ്യമുള്ള സമയത്ത് ആരോഗ്യമില്ലാത്തവരെ സഹായിക്കുകയും സാന്ത്വന പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ്. പല ആളുകളും നമുക്കറിയാം, മരുന്നുകൾ കൊണ്ട് അവരെ ചികിത്സിപ്പിക്കാൻ ചിലപ്പോൾ മരുന്നുകൾക്കാവാത്ത ചില അസുഖങ്ങൾ ചില സ്റ്റേജുകളിലൊക്കെ അവരെത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു കരസ്പർശം കൊണ്ട് അവരുടെ ജീവിതത്തിന് മാറ്റുകൂട്ടാനും ജീവിതത്തിൽ അവരുടെ വേദനകളെ കുറക്കാനും നമ്മളെ കൊണ്ട് കഴിയും എന്നതിൽ സംശയമില്ല. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ടി.പി. ഷാജി അധ്യക്ഷയായിരുന്നു. സി മുകേഷ്, കൗൺസിലർ കവിത, ദാസൻ, രവീന്ദ്രൻ, അനന്യ, റിസ, ഗൗരി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ആഗ്രഹിക്കുന്നത് പട്ടാമ്പി നഗരസഭയിൽ ഒരു പുതിയ കെട്ടിടം ഞങ്ങൾ നിർമ്മിച്ച് അതിലേക്ക് നഗരസഭാ കെട്ടിടം മാറുകയാണ്. ആ നഗരസഭാ കെട്ടിടം മാറുമ്പോൾ ഇത്തരത്തിലുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ഓട്ടിസം ബാധിച്ചവരാണെങ്കിലും ക്യാൻസർ ബാധിച്ചവരാണെങ്കിലും പ്രായമുള്ള ആളുകളാണെങ്കിലും അവർക്ക് സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി ആ ഓഫീസ് വിട്ടു നൽകണമെന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ നാടിന്റെ അഭിമാനമായ ഇത്തരം പ്രവർത്തകരെ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി. പട്ടാമ്പി നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവിൽ മകരച്ചൊവ്വ മഹോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. ഈ മാസം 19-ന് മകരച്ചൊവ്വയുടെ ഭാഗമായി തിരുപ്പുറത്ത് നിവേദ്യ സമർപ്പണവും ആദരചടങ്ങും നടത്തുമെന്ന് ക്ഷേത്രഭാരവാഹികൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി നെടുങ്ങനാട് മുത്തശ്ശിയാർക്കാവ് ക്ഷേത്രത്തിലാണ് മകരച്ചൊവ്വ മഹോത്സവം വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കുന്നത്. ജനുവരി 20-ന് നടക്കുന്ന മകരച്ചൊവ്വ മഹോത്സവത്തിന്റെ ഭാഗമായി തിരുപ്പുറത്ത് നിവേദ്യ സമർപ്പണം, മാതൃവന്ദനം, സാംസ്കാരിക സദസ്സ്, ഭക്തിഗാന സുധ തുടങ്ങിയ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ഇതിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണെന്ന് ഭാരവാഹികൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ മകരമാസത്തിലെ ആദ്യത്തെ ചൊവ്വാഴ്ച, 30 ചൊവ്വാഴ്ച, ആ ദിവസമാണ് നമ്മൾ മകരച്ചൊവ്വ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും അതുപോലെ ദേവീക്ഷേത്രങ്ങളിലും ഈ ദിവസം വളരെ വിപുലമായിട്ട് ആഘോഷിക്കാറുണ്ട് അല്ലെങ്കിൽ ആചരിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നെടുങ്ങനാട്ട് മുത്തശ്ശിയാർക്കാവ്, ആ മുത്തശ്ശി തട്ടകത്തിൻ്റെ മുത്തശ്ശിയാണ്. അവിടെ കാലങ്ങളായിട്ട് ചെയ്യുന്നതാണ് തിരുപ്പുറത്ത് നിവേദ്യം മകരച്ചൊവ്വ ദിവസത്തിൽ. ഈ കുറച്ച് കാലങ്ങളായി ഒരു 10-15 വർഷത്തോളമായി വളരെ വിപുലമായിട്ട് തന്നെ മകരച്ചൊവ്വ ആഘോഷിച്ചു വരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് വിവിധ പരിപാടികളാണ് അവിടെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. രാവിലെ 9 മണിക്ക് ക്ഷേത്രതന്ത്രി അഴകത്തെ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മുൻ ശബരിമല മേൽശാന്തിയും ആറ്റുകാൽ മേൽശാന്തിയുമായ പൂന്തോട്ടം നാരായണ നമ്പൂതിരി ആദ്യ അടുപ്പിലേക്ക് അഗ്നി പകരും. ആറ്റുകാൽ ദേവീക്ഷേത്രം സഹമേൽശാന്തിയായിരുന്ന നാരായണ നമ്പൂതിരി ചടങ്ങിൽ പങ്കെടുക്കും. 1000-ലേറെ ആളുകളെയാണ് തിരുപ്പുറത്ത് നിവേദ്യ സമർപ്പണത്തിലേക്ക് പ്രതീക്ഷിക്കുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു. തുടർന്ന് 10 മണിക്ക് മാതൃവന്ദനം നടക്കും. ക്ഷേത്രം തന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ മാതൃപൂജയും നടക്കും. തട്ടകളിൽ നിന്നും തിരഞ്ഞെടുത്ത അമ്മമാർക്കാണ് ആദരം ഒരുക്കുന്നത്. തുടർന്ന് സാംസ്കാരിക സദസ്സും ഉണ്ടായിരിക്കും. പ്രശസ്ത പിന്നണി ഗായിക ലതിക വിശിഷ്ടാതിഥിയാകും. 13-ാം തീയതി മുതൽ 20-ാം തീയതി മകരച്ചൊവ്വയോട് കൂടി സമാപിക്കുന്ന ഒരു 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമായിട്ടാണ് മുത്തശ്ശിയുടെ ഈ മകരച്ചൊവ്വ ആഘോഷിച്ചു വരുന്നത്. ഈ വർഷം
മകരച്ചവയുടെ ഭാഗമായിട്ട് അതിന്റെ തിരുപുറത്ത് നിവേദ്യത്തിന് ആദ്യ അടുപ്പിൽ അഗ്നി പകരുന്നതിനായിട്ട് എത്തിച്ചേരുന്നത് ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനപങ്കാളിത്തത്തോടുകൂടി നടക്കുന്ന ആറ്റുകാൽ പൊങ്കാല, ആറ്റുകാൽ ദേവിയുടെ മേൽശാന്തിയായിരുന്ന ബ്രഹ്മശ്രീ പൂന്തോട്ടപ്പാടാണ് തിരുപുറത്ത് നിവേദ്യത്തിന് ആദ്യ അടുപ്പിലേക്ക് അഗ്നി പകരുന്നതിന് വേണ്ടിയിട്ട് എത്തിച്ചേരുന്നത്. അദ്ദേഹത്തോടൊപ്പം നിലവിലെ മേൽശാന്തിയായിട്ടുള്ള നാരായണൻ നമ്പൂതിരി കൂടെ നമ്മുടെ ക്ഷേത്രത്തിലെ ഈ പരിപാടിയോട് അനുബന്ധിച്ച് എത്തിച്ചേരുന്നുണ്ട്. നമ്മുടെ ക്ഷേത്രം തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ ആദ്യ അടുപ്പിലേക്ക് ഇവരായിരിക്കും അഗ്നി പകരുന്നത്. അതോടൊപ്പം തന്നെ അതിനുശേഷം നടക്കുന്ന പ്രത്യക്ഷ മാതൃപൂജ, മാതൃവന്ദനം എന്ന പരിപാടി, അതിൽ വിശിഷ്ടാതിഥിയായിട്ട് എത്തിച്ചേരുന്നത് പ്രശസ്ത പിന്നണി ഗായികയായിട്ടുള്ള ശ്രീമതി ലതിക അമ്മയാണ് ഈ പരിപാടിയുടെ മുഖ്യ അതിഥിയായിട്ട് എത്തിച്ചേരുന്നത്. തട്ടകത്തെ 5 ദേശങ്ങളിൽ നിന്നായി 2 മുത്തശ്ശിമാർ വീതം 10 മുത്തശ്ശിമാരെയും വിശിഷ്ടാതിഥിയായി എത്തുന്ന ലതിക അമ്മയും അടക്കം 11 പേര്, 11 മുത്തശ്ശിമാരെ പ്രത്യക്ഷ മാതൃപൂജയിലൂടെ ക്ഷേത്രം തന്ത്രി പൂജ ചെയ്യുന്നു. 11:30 ഭജൻ മണ്ഡലി പാലക്കാടിലെ സൂർദാസ് അവതരിപ്പിക്കുന്ന ഭക്തിഗാനസുധയും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ NK ജനാർദ്ദനൻ, ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് VV രവീന്ദ്രനാഥ്, സമിതി എക്സിക്യൂട്ടീവ് അംഗം E കൃഷ്ണകുമാർ, സമിതി സെക്രട്ടറി M രമേശ് ബാബു, രക്ഷാധികാരി മുരളി പെരുമുടിയൂർ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. മേടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ റേഞ്ചർ റോവർ സഹവാസ ക്യാമ്പിന് തുടക്കമായി. സ്കൗട്ട് അസോസിയേഷൻ പ്രസിഡന്റ് TP അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PM ശശികുമാർ അധ്യക്ഷത വഹിച്ചു. തൃത്താല ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ പ്രമോദ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. റോവർ ലീഡർ KB രഞ്ജിത് കുമാർ ക്യാമ്പ് വിശദീകരണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ PB ഷെൽജ, പ്രധാനാധ്യാപകൻ E ഉണ്ണികൃഷ്ണൻ, KB പ്രിയ, C ബാലകൃഷ്ണൻ, A ജയദേവൻ, സ്റ്റാഫ് സെക്രട്ടറി NR രാജേഷ്, K ഷഫീല എന്നിവർ പ്രസംഗിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ PP പ്രമോദ്, JCI ട്രെയിനർ അഹമ്മദ് കബീർ റിഫാഹി എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചു. കൃഷിയിടങ്ങളിൽ സൂക്ഷ്മ ജലസേചന സംവിധാനം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പട്ടാമ്പിയിൽ ബ്ലോക്ക് തല ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ സൈദലവി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതിയുടെ ഭാഗമായാണ് പട്ടാമ്പി ബ്ലോക്കിൽ കൃഷിയിടങ്ങളിൽ സൂക്ഷ്മ ജലസേചന സംവിധാനം സ്ഥാപിക്കുന്നതിനുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക സഹായ വിതരണവും പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. പദ്ധതിക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം നൽകുന്നതിന്റെ ഭാഗമായി കൂടിയാണ് പദ്ധതിയെക്കുറിച്ചുള്ള അവബോധം നൽകിയത്. ബ്ലോക്ക് തല ക്യാമ്പയിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ സൈദലവി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇത്തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവരുമ്പോൾ അതിന്റെ ഗുണം കർഷകർക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ശില്പശാലകളൊക്കെ തുടങ്ങുന്നത്. ഈ ശില്പശാലയ്ക്ക് ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കർഷകർക്കും ഈ പരിപാടിയിലേക്ക് ഇവിടെ എത്തിച്ചേർന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഈ സ്പ്രിംഗറും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും പഞ്ചായത്തുകളൊക്കെ ഇതുപോലുള്ള പദ്ധതികളൊക്കെ കൊണ്ടുവരും. ഇതിലേക്ക് കൃഷിക്കാർക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലാക്കാനും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ കൃഷി അന്യമായി പോകുമ്പോൾ ഇത്തരത്തിലുള്ള സർക്കാരിന്റെ പദ്ധതികളൊക്കെ കൃഷിക്കാർക്ക് ഉപകാരപ്രദമാകാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈ നിങ്ങളിൽ വന്ന ആളുകളെ ഇതിന്റെ താഴെത്തട്ടിലേക്ക് എത്തിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പട്ടാമ്പി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ വൃന്ദ, അഗ്രികൾച്ചർ AE ശ്രീകല, ടെക്നിക്കൽ അസിസ്റ്റന്റ് അഷിത തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. കർഷകർ ഉൾപ്പെടെയുള്ളവർ പരിപാടികളിൽ പങ്കെടുത്തു. ഓരോ തുള്ളിയിലും കൂടുതൽ വിള എന്ന സന്ദേശത്തോടു കൂടിയാണ് കൃഷിയിടങ്ങളിൽ സൂക്ഷ്മ ജലസേചന സംവിധാനം സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി നടപ്പാക്കുന്നത്. പട്ടിശ്ശേരി മഹാവിഷ്ണു ക്ഷേത്ര സമിതി നൽകി വരുന്ന വിഷ്ണുപ്രഭ പുരസ്കാരം ചാലിശ്ശേരിയുടെ സ്വന്തം ഡോക്ടർ രാമൻ നമ്പീശന് സമർപ്പിച്ചു. ക്ഷേത്രാങ്കണത്തിൽ ട്രസ്റ്റി അഡ്വക്കേറ്റ് P പരമേശ്വരൻ നമ്പൂതിരിയുടെ അധ്യക്ഷതയിൽ നടന്ന പുരസ്കാര സമർപ്പണ ചടങ്ങ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് രാമൻ നമ്പീശനെ പൊന്നാടയണിയിച്ച് പുരസ്കാരം സമർപ്പിച്ചു. അക്ഷരശ്ലോകരംഗത്തെ കുലപതിയായ മുതുപറമ്പത്ത് നാരായണൻ നമ്പൂതിരി, ഒറവങ്കര ദാമോദരൻ നമ്പൂതിരി നമ്പീശനെക്കുറിച്ച് തയ്യാറാക്കിയ മംഗളപത്രം വായിച്ചു. ഡോക്ടർ രാമൻ നമ്പീശൻ മറുപടി പ്രസംഗം നടത്തി. ചടങ്ങിന് പ്രദീപ് ചെറുവാശ്ശേരി സ്വാഗതവും
മുല്ലമംഗലം നാരായണൻ നമ്പൂതിരി നന്ദിയും പറഞ്ഞു. ചടങ്ങിന് ശേഷം ഡോക്ടർ പാഴൂർ ദാമോദരൻ നമ്പൂതിരിയും സംഘവും ചേർന്ന് അവതരിപ്പിച്ച കുചേലവൃത്തം കഥകളിയും ഉണ്ടായിരുന്നു. വൈദ്യശാസ്ത്ര രംഗത്തെ 6 പതിറ്റാണ്ടുകാലത്തെ നിസ്തുലമായ പ്രവർത്തനമാണ് രാമൻ നമ്പീശനെ വിഷ്ണുപ്രഭ പുരസ്കാരത്തിന് അർഹനാക്കിയത്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.